കർത്താവിൽ അത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുറേയധികം വർഷങ്ങൾക്ക് പുറകിൽ നഷ്ടപ്പെട്ടത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു നേരത്ത് നിങ്ങളുടെ കരങ്ങളിലേക്ക് ദൈവം നഷ്ടപ്പെട്ടതിനെ ഇരട്ടി സൗഭാഗ്യമാക്കി മടക്കിത്തരുന്ന വിധത്തിലൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്നാണ് എനിക്ക് ഇന്നത്തെ ദൂതിൽ ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ കേവലം ഒരു ആശ്വാസവാക്കായി നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ തെറ്റി. അല്ല, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ദൈവവചനം നിങ്ങളോട് ഇന്ന് പകൽ പറയാൻ പോകുന്ന ഈ കാര്യം 100% നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത അധ്യായമായി മാറാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, കുഞ്ഞു മരിച്ചുപോയ ഒരു വീട്ടിൽ എലീശ പ്രവാചകൻ മുഖാന്തരം ദൈവം ആ പൈതലിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നൽകുകയുണ്ടായി. പഴയ നിയമത്തിലെ സംഭവബഹുലമായൊരു കാര്യമാണ്, ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഈ കുഞ്ഞിനെ തിരികെ കിട്ടിയ ഈ അമ്മയോട്, അവളുടെ പേര് ശൂനേംകാരി എന്നാണ്, ശൂനേം എന്ന സ്ഥലത്തുള്ള വ്യക്തി, ആ സ്ത്രീയോട് എലീശ പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞു, ഈ ദേശത്തൊരു ക്ഷാമം വരാൻ പോകുകയാണ്, അതുകൊണ്ട് നീ ഇവിടെ നിന്നും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കണം. അങ്ങനെ പ്രവാചകൻ പറഞ്ഞ മുന്നറിയിപ്പ് വിശ്വസിച്ചുകൊണ്ട് ആ സ്ത്രീ തൻ്റെ നാട്ടിൽ നിന്നും ഫിലിസ്തീയ ദേശത്തേക്ക് അവൾ 7 വർഷത്തേക്കിന് മാറി നിന്നു. ഈ 7 വർഷം കഴിഞ്ഞ് ഈ സ്ത്രീ പിന്നെയും തൻ്റെ നാട്ടിലേക്ക്, ക്ഷാമം തീർന്നല്ലോ, ഇനിയും സ്വന്തം നാട്ടിലേക്ക് തന്നെ പോകാം എന്ന് കരുതി അവൾ തിരിച്ചു വരികയാണ്. അങ്ങനെ ഫിലിസ്തീയ നാട്ടിൽ നിന്നും അവൾ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ, പണ്ടുണ്ടായിരുന്ന തൻ്റെ വീട്, സ്വത്ത്, സംവിധാനങ്ങൾ ഇതെല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം കുറേ കാലമായിട്ടൊരു നാട്ടിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പ്രദേശത്തും ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ള പ്രത്യാഘാതങ്ങൾ ഈ സ്ത്രീക്കും തൻ്റെ സ്വത്തുവകകൾക്കും നേരിടുകയുണ്ടായി. എന്നാൽ ഈ സങ്കടം ബോധിപ്പിക്കുവാൻ വേണ്ടി ഈ സ്ത്രീ നേരെ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. അന്ന് രാജാവ് തൻ്റെ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് എലീശായുടെ ബാല്യക്കാരനായ ഗേഹസിയോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് എലീശ പ്രവാചകൻ്റെ ശിഷ്യനോട്, അല്ലെങ്കിൽ കയ്യാളായിരുന്ന മനുഷ്യനോട് എലീശ പ്രവാചകനിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പണ്ടിതുപോലെ ഒരു വീട്ടിൽ ഒരു കുഞ്ഞു മരിച്ചു പോയായിരുന്നു. ആ കുഞ്ഞിനെ എൻ്റെ യജമാനനായ എലീശ പ്രവാചകനിലൂടെ ദൈവം ജീവിപ്പിച്ചു. അന്ന് ആ പൈതലിനെ സന്തോഷത്തോടുകൂടെ അവൾക്ക് തിരികെ കിട്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഗേഹസി ഇങ്ങനെ രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഇതേ പെട്ടെന്ന് കൊട്ടാരത്തിലൂടെ കയറി വരികയാണ്. നിങ്ങൾ ചിന്തിക്കണം, ആ വർഷങ്ങൾക്ക് പുറകിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ച് രാജകൊട്ടാരത്തിൽ രാജാവിനോട് എലീശായുടെ ഒരു ഭൃത്യനിരുന്ന് സംസാരിക്കുന്ന സമയത്ത് രാജാവെല്ലാം ഇങ്ങനെ കൗതുകപൂർവ്വം കേൾക്കുക, ഇങ്ങനെ ചരിത്രം കേൾക്കുന്ന പോലെ കഥകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തു വെച്ച പോലെ ഈ സ്ത്രീ രാജാവിന് മുമ്പ് നിൽക്കുക. പെട്ടെന്ന് ഈ ഗേഹസി പറയുക, ദേ യജമാനനെ, ഞാൻ പറഞ്ഞ സ്ത്രീ ദേ ഇവള് തന്നെയാണ്. കണ്ടോ പറയുന്നത്? ഇത്രയും നേരം ആരുടെ കാര്യമാണോ രാജാവും ഈ ഗേഹസിയും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സംഭവത്തിലെ യാഥാർത്ഥ വ്യക്തി, അതിൻ്റെ ഗുണഭോക്താവായ സ്ത്രീയാണിപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. രാജാവിന് അത്ഭുതമായിപ്പോയി. കാരണം ഇത്രയും നേരവും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ്റെ വാക്കിലാണ് രാജാവ് ഇവരെയെല്ലാം കേട്ടിട്ടുള്ളത്. പക്ഷേ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഈ സംഭവത്തിന് വിധേയയായ, അനുഭവസ്ഥയായ സ്ത്രീയെ ഒന്ന് കാണാനുള്ള ഒരവസരം പെട്ടെന്ന് വന്നിരിക്കുകയാണ്. ഈ സംഭവം നടക്കുന്ന നേരത്ത് രാജാവ് ഇവളോട് ചോദിക്കുകയാണ്, നിനക്കെന്താണ് വേണ്ടത്? അന്നേരം അവൾ പറയുകയാണ്, മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ തൻ്റെ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്നു തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു. പെട്ടെന്ന് കേട്ടോണം. അപ്പോൾ ഗേഹസി, യജമാനനായ രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ, എലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പം ഈ ജീവിച്ച മകനും ഈ സ്ത്രീയും കൂടെ, അതായത് അമ്മയും മോനും കൂടെയാണ് ഇപ്പോൾ രാജകൊട്ടാരത്തിൽ വന്ന് നിൽക്കുന്നത്. മരിച്ചുപോയിട്ട് എലീശ പ്രവാചകനിലൂടെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച ആ കുട്ടിയും അവൻ്റെ അമ്മയുമാണ് ഇപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. രാജാവ് സ്ത്രീയോട് ചോദിച്ചു, അവൾ കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പം അവൾ അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ഈ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചു. കഴിഞ്ഞ 7 വർഷത്തിന് പുറകിൽ അവൾ ആ നാട് വിട്ടു പോയതാണ്. ആ നാട് വിട്ടു പോയ സമയത്ത് അവൾക്ക് എത്രമാത്രം സ്വത്ത് അവിടെ ഉണ്ടായിരുന്നോ ആ സ്വത്ത് തിരിച്ചു കൊടുക്കണം. അതുമാത്രമല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് ആ ദേശത്തുണ്ടായിരുന്ന ആദായം എത്രയാണോ അതിന് തത്തുല്യമായതും ഇവക്ക് കൊടുക്കണം.
നഷ്ടപ്പെട്ടത് പണ്ടുണ്ടായിരുന്ന വീടും അവളുടെ സംവിധാനങ്ങളുമാണ്. പക്ഷെ തിരികെ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതല്ല, അത് ലാഭത്തോടുകൂടെ, ഇരട്ടി ലാഭത്തോടുകൂടെ തിരികെ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് ഈ ദൈവവചനം ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൽ എന്നെ കേൾക്കുന്നവരോടൊരു ദൈവിക ദൂതാണ് എനിക്ക് പറയാനുള്ളത്. ചില ക്ഷാമകാലങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കുഞ്ഞെ പലതും കവർന്നെടുത്തിട്ടുണ്ടാകും. നിക്കക്കളിയില്ലാതെ പല ദേശങ്ങളിൽ നിന്നും ഓടിയവരായിരിക്കാം ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങൾ. സഹായത്തിനായിട്ട് ഇനിയും ചെന്നുമുട്ടാൻ ഇടങ്ങളില്ലാതെ ഒരു പക്ഷേ വല്ലാതെ വലയുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം പ്രവചനദൂതിൻ്റെ ഈ ശബ്ദം ഇന്ന് രാവിലെ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. നിങ്ങളോടുള്ള കർത്താവിൻ്റെ ആലോചന ഞാൻ വളരെ സുശക്തമായി തന്നെ വിളിച്ചു പറയുന്നു. ദൈവം നിങ്ങളുടെ കാര്യത്തിൽ സ്വർഗീയ രാജാവ് ഇടപെടാൻ പോകുന്ന നേരമാണിത്. നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് തിരികെ വരും എന്ന് മാത്രമല്ല, ഈ നഷ്ടത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മയുടെ വലിപ്പം എത്രയാണോ അത് ദൈവം നിങ്ങളുടെ കരങ്ങളിൽ മടക്കിത്തരുന്ന ഒരു പുത്തൻ അനുഭവം ഇന്നു പകൽ ഒരുക്കുകയാണ്. ഒരുപക്ഷെ അതിനുവേണ്ടി ദൈവം ചിലരെ നിയമിച്ചിട്ട് തന്നെയുണ്ട്. ആ നിലയിലൊരു ദൈവപ്രവൃത്തി ഇന്നെന്നെ കേൾക്കുന്ന പല കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞാൻ ചെയ്യും എന്ന് ദൈവത്തിൻ്റെ ആത്മാവിത സംസാരിക്കുകയാണ്. ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടക്കും. ഇന്നലെ ബുധനാഴ്ച പകൽ രാവിലെ ഒരു 10-11 കഴിഞ്ഞപ്പോൾ എൻ്റെ ചർച്ചിൽ ഞാൻ എന്നെ കാണാൻ വന്ന കുറച്ച് മനുഷ്യരുമായിട്ട് സംസാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോളിൻ്റെ മറുവശത്ത് സംസാരിക്കുന്നത് ഒരു വീട്ടമ്മയാണ്. അവർക്കൊരു സംശയം. ആ സംശയം എന്താണ്? കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചിൽ കാല് വയ്യാത്ത ഒരു അമ്മ വന്ന് ദൈവകൃപയാൽ സൗഖ്യം പ്രാപിച്ച് സാക്ഷ്യം പറയുകയുണ്ടായി. ആ അമ്മ വാസ്തവമായിട്ട് സൗഖ്യമായ ആളാണോ അല്ലയോ, ഇതൊരു വ്യാജമാണോ, ഈ വക കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് ആ സമയത്ത് ഈ പ്രിയപ്പെട്ട സ്ത്രീ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ അന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അന്ന് സൗഖ്യം പ്രാപിച്ചു പോയ അമ്മയുടെയും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒപ്പമാണ്. ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയം അവരുമായിട്ട് ഇടപെടുന്ന നേരത്താണ് ഈ മീറ്റിംഗ് കണ്ടിട്ട് ഒരാൾ ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണോ, ഇത് വാസ്തവമാണോ എന്നൊക്കെ അറിയേണ്ടത് അവർക്ക് ആവശ്യമായതുകൊണ്ട് ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചർച്ചിൽ അന്നേരം നിജു പാസ്റ്റർ ഉണ്ട്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, വോയിസിൽ നിങ്ങൾ സംസാരിക്കേണ്ട, അതേ വീഡിയോ കോളിൽ തന്നെ കാണിക്കാമെന്ന് പറഞ്ഞ് അന്നേരം വീഡിയോ കോൾ കണക്ട് ചെയ്ത് ആ അമ്മയ്ക്ക് നേരിട്ട് കൊടുത്തു. അന്നേരം ഈ അമ്മയെ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് അത് ബോധ്യമായി. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട വ്യക്തിയെ ദൈവം അവിടെ കൊണ്ടുവരുന്ന ഒരു നില. ഇവിടെ ഏലീശായുടെ കാലത്ത് നടന്നൊരു ദൈവപ്രവൃത്തി രാജാവും ഗേഹസിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഏലീശായിലൂടെ മരണപ്പെട്ടു പോയ കുഞ്ഞിനെ തിരികെ കിട്ടിയ ആ അമ്മയും ഉയർത്തെഴുന്നേറ്റ മോനും എടുത്തു വെച്ച പോലെ രാജാവിന് മുമ്പിൽ പോയി നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവരെ സംബന്ധിച്ചൊരു മുഖവിരയോ എക്സ്പ്ലനേഷനോ രാജാവിന് ആരും കൊടുക്കേണ്ടതില്ല. കാരണം ഇവരുടെ കഥയാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലയിടത്ത് ചെല്ലും. നിങ്ങളുടെ കാര്യത്തിനകത്ത് ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് തന്നെ നിങ്ങൾ അവിടേക്ക് ചെല്ലും. അതായത് വെച്ച് താമസിപ്പിക്കാതെ, കാലതാമസം നേരിടാതെ നിങ്ങളുടെ കാര്യത്തിനകത്ത് ഉടനടി ഒരു തീരുമാനം വരേണ്ടതിനായി ദൈവം ചില സംവിധാനങ്ങൾ നിങ്ങളുടെ കാലിൻ്റെ വേഗതയ്ക്കനുസൃതമായി തന്നെ ഈ ദിനങ്ങളിൽ ചെയ്യും. ദൈവം നിങ്ങളുടെ കാലുകളുടെ വേഗതയ്ക്കനുസൃതമായി ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നടന്നു ചെല്ലുന്ന നേരവും ബ്രഹ്മ വിഴുങ്ങിയ മത്സ്യം നിങ്ങളുടെ ചൂണ്ടയെ കൊത്താൻ പാഞ്ഞു വരുന്ന സമയവും ഒന്നായിരിക്കും. വെള്ളത്തിലൂടെ മോശക്കുഞ്ഞൊഴുകി ചെല്ലുന്ന നേരവും ഫറവോൻ്റെ പുത്രി വെള്ളത്തിൽ കുളിക്കാനിറങ്ങുന്ന സമയവും ഒന്നായിരിക്കും. ശിഷ്യന്മാർ നടന്നു പോകുന്ന നേരവും വെള്ളം കുടം ചുമന്നുകൊണ്ട് ഒരു പുരുഷൻ എതിർപ്പെടുന്ന സമയവും ഒന്നായിരിക്കും. നിങ്ങളെയും നിങ്ങളുടെ മറുഭാഗത്തെയും തമ്മിൽ അനുഗ്രഹത്തിനായിട്ട് സംഗമിപ്പിക്കുന്നൊരു ദൈവപ്രവൃത്തിയുടെ പകലാണിത്. ഞാൻ ഈ പറയുന്ന ദൈവാലോചന എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഓ ജീസസ്, എവിടെയൊക്കെയോ അവിസ്മരണീയമാകുന്ന ഒരു ദൈവപ്രവൃത്തികൾ ആരംഭിക്കാൻ പോവുകയാണ്. അവിചാരിതമെന്ന് കരുതുന്ന ചില കാര്യങ്ങളുടെ പുറകിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃത്യമായ ഇടപെടൽ നിമിത്തമുള്ള ചില ഐക്യമായ പ്രവൃത്തികളുടെ അത്ഭുതങ്ങളെ കണ്ട് ജീവിതത്തിൻ്റെ വലിയ നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നിങ്ങൾക്ക് എഴുതി വച്ചിരിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് കർത്താവിൻ്റെ മക്കൾ ഇന്ന് പകൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിൻ്റെ ഈ ദിവസത്തിലെ ജീവിത വഴികളിൽ ദൈവം നിനക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ചില നിമിത്തങ്ങൾ, ദൈവം നിനക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ,
കർത്താവ് നിൻ്റെ പേരിൽ കുറിച്ചിട്ടിരിക്കുന്ന ചില ഇടപാടുകൾ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ സംഭവിക്കും. അതിനോടനുബന്ധമായി നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനും തക്കവിധം പ്രാപ്തിയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴേക്കും ദൈവം തന്നെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാകും. ഇതൊരു ദൈവിക വിടുതലിൻ്റെ നേരമാണ്. എവിടെയൊക്കെയോ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും നടക്കാത്ത ചില കാലങ്ങൾ പ്രതീക്ഷയില്ലാതെ ഓടിയാലും സംഭവിപ്പാൻ യാതൊരുവിധ ചാൻസുമില്ലാത്ത ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഉന്നതമായ കൃപയാൽ ദൈവം ഇടപെടുന്നത് കൊണ്ട് അത് ഒട്ടും പ്രയാസമില്ലാതെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിൻ്റെ ആലോചനയാണ് ഇന്നത്തെ ദൂതിലൂടെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. അതുകൊണ്ട് മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുന്നവരോടും ഏറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരോടും ഞാൻ പറയട്ടെ, പല കാര്യങ്ങൾക്കകത്തും ഒരു വാക്കുപോലും പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടാത്ത രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ചുള്ളതായ മുഖവരകൾ, പരിചയപ്പെടുത്തലുകൾ മറ്റുള്ളവർ മുഖാന്തരം ചിലയിടങ്ങളിൽ നൽകി നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ദൈവം തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന നിലയിലേക്ക് എത്താൻ പോവുകയാണ്. കുറച്ച് നാളുകൾക്ക് പുറകിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ ഒരു പെങ്ങൾ, അവൾ പഠിക്കാനൊരല്പം പുറകോട്ടുള്ള ഒരു പെങ്കൊച്ചായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ അവൾ നേഴ്സിംഗ് ഒക്കെ പാസ്സായെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ ചെല്ലുമ്പോൾ അവൾ തോറ്റുപോകും. അങ്ങനെ ജോലിയില്ലാതെ ഇങ്ങനെ വീട്ടിൽ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു സഹോദരൻ മുഖാന്തരം ആ പെൺകുട്ടിക്ക് കേരളത്തിലെ പ്രസിദ്ധമായൊരു ഹോസ്പിറ്റലിൽ ഒരു ജോലി തരപ്പെടുകയാണ്. അന്നേരം ഈ പെൺകുട്ടിക്ക് ഈ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുള്ള ചില ബന്ധങ്ങൾ ഉപയോഗിച്ച് നമ്മളത് വിളിച്ചു പറയിപ്പിച്ചു. ഇന്ന പോലൊരു കുട്ടി അവൾക്ക് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കണം. അന്നേരം ഉന്നതനായൊരു മനുഷ്യനെ കൊണ്ട് അത് വിളിച്ചു പറയിപ്പിച്ചപ്പം ഇവൾ ഈ പറയപ്പെടുന്ന പോലെ അവിടേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്നപ്പം പെട്ടെന്ന് ഈ കൊച്ചിനെ കണ്ട് ഇവളുടെ ഈ മട്ടും ഭാവവും പേടിയെല്ലാം കണ്ടപ്പം അതിൻ്റെ അധികൃതർ അവളോടൊരു ചോദ്യം ചോദിച്ചു, ഇന്നയാളല്ലേ, കയറിപ്പോരെ, നീ പേടിക്കുമൊന്നും വേണ്ട, വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടോ, ജോലിയിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു. സർട്ടിഫിക്കറ്റുകളൊന്ന് വെരിഫൈ ചെയ്തു. അവളെ പെട്ടെന്ന് തന്നെ അവിടെ ജോലിക്കെടുക്കുകയും ചെയ്തു. നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പരിങ്ങി നിൽക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന നിലയിൽ ഇടപാടുകൾ നടത്താൻ തക്കവിധം കാര്യപ്രാപ്തിയുള്ള മനുഷ്യന്മാരെ നിങ്ങളുടെ കാര്യത്തിനകത്ത് ദൈവം നിയമിക്കുന്ന സമയം അത് സംഭവിക്കും. എനിക്ക് വലിയ പിടിപാടില്ലല്ലോ, എനിക്ക് വലിയ സംവിധാനങ്ങളില്ലല്ലോ എന്നൊന്നും ഓർത്ത് ഇന്ന് രാവിലെ ആരും സങ്കടപ്പെടണ്ട. ദൈവം കാര്യങ്ങളെ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന സമയത്ത് ഈ ലോകത്ത് യോഗ്യതയുള്ള 10,000 പേർ നിരന്ന് നിന്നാലും യാതൊരു ചാൻസും ഇല്ല എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ പേരിലായിരിക്കും ആ നേരത്ത് കാര്യങ്ങൾ നടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ ഒരു വശത്തോട്ട് മാറി നിൽക്കട്ടെ. യോഗ്യതകളും പ്രാപ്തിയില്ലായ്മകളും എല്ലാം ഒരു വശത്തോട്ട് മാറി നിൽക്കട്ടെ. ഇത് ദൈവം എഴുതിയ സമയമാണ്. ഇത് പരിശുദ്ധാത്മാവ് എഴുതിയ വലിയൊരു ദൈവപ്രവൃത്തിയുടെ നേരമാണ്. ഇതിലെ ചാമ്പ്യൻ നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ കുടുംബം തന്നെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഇന്നത്തെ ഈ നല്ല വാക്ക്, യേശു നമ്മുടെ പേരിൽ ചില കാര്യങ്ങൾ വ്യക്തമായി ചെയ്യുന്നതിൻ്റെയും എവിടെയൊക്കെയോ വർഷങ്ങൾക്ക് പുറകിൽ നഷ്ടപ്പെട്ടു പോയ നന്മകൾ കേവലം നന്മകളായി മടക്കി ലഭിക്കാതെ അതിനോടുകൂടെ അത് നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരുന്ന കാലത്ത് വിളവിൻ്റെ കാലത്ത് കിട്ടുന്ന മൂല്യം കൂടെ ചേർത്ത് ക്ഷാമകാലത്ത് ഒളിച്ചോടിപ്പോയവന് വിളവിൻ്റെ കാലം, അതായത് സമൃദ്ധിയുടെ കാലത്ത് കിട്ടാമായിരുന്ന തുക കൂടെ ചേർത്തെഴുതി നന്മകളും അതിനോടുകൂടെ അതിൻ്റെ ലാഭവും കൂടെ ചേർത്ത് മടക്കിത്തരുന്ന ഒരു വിശിഷ്ടമായ പദ്ധതി ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുന്നു. ചില കുടുംബങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ എത്താൻ പോകുന്ന സന്തോഷ വാർത്തകൾ, നിങ്ങളുടെ കരങ്ങളിൽ വരാൻ പോകുന്ന അനുഗ്രഹീതമായ ചില നന്മകൾ അത് സ്വപ്നതുല്യമായിരിക്കും, വലിയ സ്വപ്നതുല്യമായിരിക്കും. കാരണം അതൊരുക്കുന്നത് ദൈവമായതുകൊണ്ട് അതിനകത്ത് മാനുഷികമായ ചെറുത് എന്ന നിലയിലുള്ള ഒരു അളവും ഉണ്ടാകില്ല. ദൈവം ചെയ്താൽ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്ത വിധമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗാംഭീര്യത ആ കാര്യത്തിൽ നിങ്ങൾ വ്യക്തമായി കാണും. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇന്നത്തെ ദൂതനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ധൈര്യത്തോടും സമാധാനത്തോടും നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിൻ്റെ ആശ്വാസത്തോടും കാത്തിരിക്കുക. ഈ ദിവസം ദൈവം നിങ്ങളെ തൊടുകയാണ്. ഞങ്ങളുടെ ദൈവമേ, ഏറെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളോട് അവിടുന്ന് അരുളി ചെയ്ത ഈ അനുഗ്രഹീതമായ പ്രവചനദൂതിൻ്റെ ഈ നല്ല വാക്കുകളെ, ഞങ്ങളോട് അരുളി ചെയ്ത ഈ ജീവനുള്ള ശബ്ദത്തെ ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞങ്ങളുടെ കർത്താവിന് നന്ദി പറയുന്നു. ഇന്നു പകൽ ഈ ദൈവിക ദൂതിനകത്ത് അനുഗ്രഹം പ്രാപിപ്പാനും ഇരട്ടി നന്മകൾ പ്രാപിപ്പാനും കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കിയതിനായിട്ട് സ്തോത്രം. പലതും മടങ്ങി വരികയാ ദൈവ പൈതലേ.
ഗ്ലോറി ടു ജീസസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഇന്ന് രാവിലെ പ്രവചിച്ചു പറയുന്നു, പലതും നിനക്ക് തിരികെ കിട്ടും, നിനക്കിനി ഇവിടെ അവകാശമൊന്നുമില്ല എന്ന് പറഞ്ഞ്. ചില നാളുകൾക്ക് പുറകിൽ നിങ്ങളെ ഇറക്കിവിട്ട കുടുംബങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഷെയർ സെറ്റാണ് എന്നുള്ളതായ വിളി നിങ്ങളെ തേടി വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അപ്ലൈ ചെയ്ത ജോലി, അതിനകത്ത് റിക്രൂട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞു, നിങ്ങളതിനകത്ത് റിജക്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ ഊഴം ദൈവം വൈകിപ്പോയെന്ന് നിങ്ങൾ കരുതുന്ന ഈ നേരത്ത് ദൈവം അത് പുനഃക്രമീകരിക്കുകയാണ്. പുതിയ ആൾക്കാർ ഒരുപാട് പേര് സജ്ജമായി നിൽക്കുമ്പോഴും ഒരു ഫയൽ പൊടി തട്ടി എടുക്കപ്പെടും. ഞാൻ ആത്മാവിൽ അങ്ങനെ തന്നെ കണ്ടു പറയുന്നു, ഒരു ഫയൽ മാത്രം പൊടി തട്ടി എടുക്കപ്പെടും. അത് നിൻ്റെ പേരുള്ളതായിരിക്കും. ദൈവം നിനക്ക് വേണ്ടി ചില അവകാശങ്ങളെ തട്ടിക്കുഴഞ്ഞെടുപ്പിക്കുന്ന ദിവസങ്ങളാണ് ഈ മുമ്പിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും നീ മുൻപോട്ട് പോയിക്കൊള്ളുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ ശക്തമായി തന്നെ പറയുന്നു. എവിടെയൊക്കെയോ വിചാരണ കാത്തുകിടന്ന ചില കേസുകൾ, വിധി കാത്തുകിടന്ന ചില വാദപ്രതിവാദങ്ങളുടെ നടുവിൽ നീ നമ്പർ പോലും മറന്നുപോയ ചില കേസുകൾ, അതൊക്കെ എന്ന് നടക്കാനായെന്ന നിലയിൽ ചില നന്മകളോടുള്ള ബന്ധത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മീതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന അത്ഭുത കരുതലിൻ്റെ പുതിയ വാർത്തയുമായി അത് നിങ്ങളെ തിരികെ തേടി വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വളരെ ശക്തമായി തന്നെ സംസാരിക്കുന്നു. എവിടെയൊക്കെയോ മുറിഞ്ഞുപോയ അനുഗ്രഹങ്ങൾ, എന്തിൻ്റെയൊക്കെയോ പേരിൽ നിങ്ങൾ ഉപേക്ഷിച്ചിറങ്ങിപ്പോകുന്ന ചില നന്മകൾ, അത് തിരികെ സംഗമിക്കാനും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമായി തീരാനും ഞാനതൊരു കാരണമാക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നിന്നോട് ആലോചനയായി പറയുന്നു. കർത്താവേ, ഇന്നത്തെ ഈ ദൂതിൻ്റെ നടുവിൽ നിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ അനുഗ്രഹങ്ങളെ പിന്നെയും ദൈവം തുറക്കാൻ പോകുകയാൽ സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു സ്ഥാപനവും മുടങ്ങിപ്പോയ കോഴ്സിൻ്റെ ഫീസ് തിരികെ കൊടുക്കാറില്ല. അഡ്മിഷൻ എടുത്തിട്ട് പാതി വഴിക്ക് മുടങ്ങിപ്പോയതിൻ്റെ പേരിൽ നിങ്ങൾ തിരിച്ചു പോകുന്നതിൻ്റെ പണം അവർ തരാറില്ല. പക്ഷേ ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന ചിലരുടെ ലൈഫിൽ അത് നടക്കും. വിദേശത്തു നിന്ന് പോലും പണം ചിലർക്ക് ആ നിലയിൽ തിരികെ വരും. നിങ്ങൾക്കിത് ഒരു കാരണവശാലും ലഭിക്കാൻ ചാൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ദൈവം നിൻ്റെ ഇപ്പോഴത്തെ കഠിനമായ പ്രയാസത്തിൻ്റെ നടുവിൽ നിന്നെ രക്ഷിക്കേണ്ടത് തൻ്റെ പദ്ധതിയാകയാൽ മറ്റു മുഖാന്തരങ്ങളൊന്നും തുറക്കപ്പെടാനില്ലാതെ പോയ നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ പുനഃക്രമീകരിച്ചുകൊണ്ട് തന്നെ തൻ്റെ നീതി നിനക്കായി വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. എന്നോടൊരു കാര്യം കൂടെ യേശു പറയുന്നുണ്ട്. വലിയൊരു കയ്യാങ്കളിയുടെ വക്കിലേക്ക് നീങ്ങിപ്പോകേണ്ടതായ ചില വിഷയങ്ങളുടെ നടുവിൽ വലിയൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നതിൻ്റെ തൊട്ടടുത്ത് വളരെ ഭയപ്പെട്ട് ചില കുടുംബങ്ങൾ ഇന്ന് ഈ ദൈവിക ദൂത് കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക് യു ജീസസ്. വളരെ ക്രൂഷ്യലായ ചില പ്രോബ്ലങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന എന്തു സംഭവിക്കാമെന്ന് കരുതിയിരിക്കുന്ന ഈ വല്ലാത്ത നേരത്ത് കർത്താവ് അത് സ്റ്റോപ്പ് ചെയ്യുക. ഗ്ലോറി ടു ജീസസ്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവം അതിനെ സോൾവ് ചെയ്യാനുള്ള മുഖാന്തരങ്ങൾ പണമായും വ്യക്തികളുടെ ഇടപെടലുകളായും നിയമപരമായ മേഖലകളായും കർത്താവ് അതിനെ തുറക്കാൻ പോകുന്നുവെന്ന് നിന്നോട് വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുന്നു. പേടി കാരണം ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ചിന്തിച്ചാണ് ഇപ്പോൾ നീ ദൈവാലോചന കേൾക്കുന്നത്. പക്ഷേ വേണ്ട, ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി കർത്താവ് തുറക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നത്തെ ഈ ദൈവിക ദൂതിൻ്റെ നടുവിൽ വലിയ വിടുതലുകളെ ദൈവം ഒരുക്കുകയാൽ സ്തോത്രം. കർത്താവ് ഇന്നിവർ ചില സ്ഥാപനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ചില ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ കാര്യമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്, നമുക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചില കാര്യങ്ങൾ ക്ലോസ് ചെയ്യുവാൻ, ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനുള്ള ചില സഹായങ്ങൾ ഇവർക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ദൈവം കൃപയാക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാവരെയും യേശുവിൻ്റെ വലിയ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ക്രിസ്തു യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എന്ന് പറഞ്ഞ ഈ ദൈവിക ദൂതുകൾ നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറിയല്ലോ. നിങ്ങളിത് ഒരു തവണയല്ല, നിങ്ങളിത് പലതവണ കേൾക്കണം. കാരണം അത്രമാത്രം ഹൃദ്യമായിട്ടാണ് കർത്താവ് ഇന്ന് ഈ കാര്യം സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിതൊരു വലിയൊരു അനുഗ്രഹമായി മാറാനും വലിയൊരു നന്മയായി തീരാനും ദൈവം ഇത് മുഖാന്തരമാക്കിയിരിക്കുകയാണ്. കർത്താവിൻ്റെ മക്കളെ, നിങ്ങളിടുന്ന മെസ്സേജുകളൊക്കെയാണ്, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ അത് ഏൽപ്പിക്കുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് കമൻറ്റുകളായിട്ട് ഈ ദിവസങ്ങളിൽ ഇടുന്നതൊക്കെയും ഞാനത് വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ അതിനുവേണ്ടി ഒരു വാക്കിൽ സ്തോത്രം ചെയ്യുന്നുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മയെക്കുറിച്ച് അറിയാമല്ലോ. കോട്ടയത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുന്നത്, കോട്ടയത്തും എറണാകുളത്തും. കോട്ടയത്ത് രാവിലെയും എറണാകുളത്ത് ഉച്ച കഴിഞ്ഞുമാണ് ഞായറാഴ്ച. എറണാകുളത്ത് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലാണ്. വൈകുന്നേരം 4 മണിക്കാണ് ആരാധന. കഴിഞ്ഞ ആഴ്ച മുതൽ 5 മണിക്കായിരുന്നു, പക്ഷേ ഈ വരുന്ന സൺഡേ മുതൽ 4 മണിക്കായിരിക്കും. അതുകൊണ്ട് നേരത്തെ വരണം. നേരത്തെ തന്നെ നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകാം. അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, കോട്ടയത്തെ ആത്മീക ആരാധന അതിൻ്റെ സമയക്രമീകരണത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. രാവിലെ 8:30ക്കാണ് വരുന്ന ഞായറാഴ്ച മുതൽ ആരാധന നടക്കുന്നത്. ഇനി മുതൽ കോട്ടയത്തെ ആരാധന രാവിലെ 8:30 അപ്പോൾ എല്ലാവരും കോട്ടയത്ത് ആത്മീക ആരാധനയ്ക്ക് വേണ്ടി എത്താൻ